നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. രാമല്ലൂർ മലയങ്കോട്ടുപാറ ശ്രീ അയ്യപ്പ മഠം മണ്ഡലകാല മഹോത്സവത്തോടനുബന്ധിച്ച് 5ാമത് കാരുണ്യനിധി സമർപ്പണം ക്ഷേത്രസന്നിധിയിൽ സംഘടിപ്പിച്ചു. കോഴിക്കോട് ശ്രേഷ്ഠാചാര്യ സഭ KV ആനന്ദൻ മാസ്റ്റർ ആത്മീയ പ്രഭാഷണം നടത്തി. കൽപ്പത്തൂർ രാമല്ലൂർ മലയങ്കോട്ടുപാറ ശ്രീ അയ്യപ്പ ഭജനമഠം മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി 50ാമത് കാരുണ്യനിധി സമർപ്പണം ഭജനമഠ സന്നിധിയിൽ നടന്നു. ശ്രേഷ്ഠാചാര സഭ കോഴിക്കോട് KV ആനന്ദൻ മാസ്റ്ററിൽ നിന്നും നിതിൻലാൽ കൂത്താളി കാരുണ്യനിധി ഏറ്റുവാങ്ങി. റിട്ടയർഡ് മേജർ തട്ടാറക്കുന്നത്ത് ബാലകൃഷ്ണൻ നായരാണ് കാരുണ്യനിധി സംഭാവന ചെയ്തത്. എല്ലാ മലയാള മാസവും 5000 രൂപ വീതമാണ് കാരുണ്യനിധിയായി നൽകുന്നത്. സുഭാഷ് M ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അയ്യപ്പ തത്വം എന്ന വിഷയത്തിൽ KV ആനന്ദൻ മാസ്റ്റർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. മനുഷ്യന്റെ മനസ്സിനെ ഉണർത്തി ഉയർത്തി എത്രത്തോളം ഉയർത്താൻ കഴിയും? പ്രപഞ്ചത്തോളം. നോക്കൂ, ഏതെങ്കിലും രാജ്യത്തോളമല്ല, പ്രപഞ്ചത്തോളം ഉയർത്താൻ കഴിയും. അതിന് സാധിക്കുന്നതാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്ന ക്ഷേത്രവും ക്ഷേത്രസങ്കല്പമൊക്കെ. ഏത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. അത് വളരെ ശ്രദ്ധാപൂർവം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. തന്ത്രം എന്നാണ് ആ മോക്ഷശാസ്ത്രത്തിന് പറയുക. ഇത് പറയുമ്പോൾ നമുക്ക് ശാസ്ത്രം എന്ന വാക്ക് കേൾക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ആശയങ്ങൾ സമൃദ്ധമായി പഠിച്ച് മനനം ചെയ്ത് അത് പരീക്ഷിച്ച് നിരീക്ഷിച്ച് സത്യമാവുന്നതല്ലേ ശാസ്ത്രമാവൂ എന്ന് നമുക്ക് തോന്നും. ശരിയാണ്, അത് ശാസ്ത്രമാണ്. എന്നാൽ ഭാരതത്തിലെ മുനിവര്യന്മാര് മഹർഷീശ്വരന്മാര് ഇൻസൈറ്റോ അപ്പാരറ്റസോ ഉപയോഗിച്ചിട്ടില്ല. അവർ ഏതെങ്കിലും ഏറ്റവും വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള വളരെ കൃത്യമായി കൊണ്ടു നടന്ന ലാബുകളിൽ പരീക്ഷിച്ചതല്ല. അവരവരുടെ അനുഭവങ്ങളിലൂടെ ആചരണങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ്. TM കരുണൻ സ്വാഗതവും PP ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. പ്രശസ്ത സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ ലെനീഷ് കാരിയാട് നയിച്ച ശ്രുതിസാഗർ ഭജൻസ് കാരിയാട് അവതരിപ്പിച്ച ഭജൻസ് അരങ്ങേറി. ന് പഴയമഠത്തിൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നു. തുടർന്ന് ഗണപതി ഹോമം, പ്രസാദ ഊട്ട്, വൈകിട്ട് അയ്യപ്പ ഭജനയോടെ ഈ വർഷത്തെ മണ്ഡലകാല മഹോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.